പുത്തുമലയിലെ പുൽക്കൂട് പരാമർശിക്കുന്നുണ്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഉരുൾപൊട്ടലിൽ 3 മക്കളെയും നഷ്ടമായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കായി തീർത്ത പുൽക്കൂട് നാം കാണണം എന്ന് പറയുകയാണ്. സമാധാനം നഷ്ടമായ സമൂഹത്തിന് സമാധാനം പകരാൻ കഴിയണം. ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും വൈകരുത് എന്ന് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറയുകയായിരുന്നു. നമ്മളവിടെ പോയതാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ പോയതാണ്. അവിടെ പുത്തുമലയിലുള്ള ആ കുഴിമാടത്തിൽ അവിടെ പോയി ഇരുന്നതാണ്. നിവേദിൻ്റെയും ധ്യാൻ്റെയും ഇഷാൻ്റെയും സങ്കടമാണ്, അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ സങ്കടമാണ്. നമ്മളവിടെ പോയി നമ്മുടെ ആദരങ്ങൾ അർപ്പിച്ചതാണ്. ഒരു കുഞ്ഞു പുൽക്കൂട് അവിടെയുണ്ട്. അതിൻ്റെ അവരുടെ ആ കുഞ്ഞുങ്ങളുടെ കല്ലറയ്ക്ക് മുമ്പ് അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുട്ടായി വെച്ച് പോകുന്നുണ്ട്. അത് വലിയ വേദനയും വലിയ സങ്കടവുമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ക്രിസ്മസ് ദിനത്തിൽ മറക്കരുതെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും വൈകരുതെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. കോട്ടയം പഴയ സെമിനാരിൽ നടന്ന തിരുപ്പിറവിയുടെ പ്രത്യേക ചടങ്ങിലായിരുന്നു ബാവയുടെ ക്രിസ്മസ് സന്ദേശം. ഈ ക്രിസ്തുമസ് ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രത്തിൽ കൂടി വായിച്ചറിഞ്ഞതാണ് വയനാട്ടിൽ ചൂരമലയിലുണ്ടായ ആ വലിയ ദുരന്തത്തിൽ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പുൽക്കൂട് അവരുടെ വീട് ഇരുന്നിരുന്നതായ സ്ഥലത്ത് കൊണ്ട് വെച്ചു. അവിടെ വീട് വയ്ക്കുവാനും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും മറ്റൊരു സ്ഥലമില്ല. സമാധാനം നഷ്ടപ്പെട്ടതായ ആ സമൂഹത്തിന് സമാധാനം കൊടുക്കുവാൻ, അവർക്ക് ഭവനം ഉണ്ടാകുവാൻ, അവർക്ക് വീണ്ടും ജീവിക്കുവാൻ, പിന്നെ മക്കളെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരിടമുണ്ടാകുക എന്നുള്ളത് ആവശ്യം.